നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി തോറ്റിരിക്കാം, പക്ഷെ മെസ്സി തോറ്റിട്ടില്ല. പറയുന്നത് ഏതെങ്കിലും ഒരു കടുത്ത മെസ്സി ആരാധകനല്ല, സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ആണ്. കളി ഏറെ കണ്ട സ്ലാറ്റൻ. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG ഇന്റർ മയാമിയെ തകർത്തങ്ങ് തരിപ്പണമാക്കി ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക്. രണ്ടാം പകുതിയിൽ മെസ്സി ചില മനോഹര നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു, ശരിയാണ്. പക്ഷേ PSG കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മയാമിക്കാവുമായിരുന്നില്ല. ഈ കളി വിലയിരുത്തിക്കൊണ്ട് ഫുഡ് മെർക്കാറ്റോയിലെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് പറയുകയാണ്, തോറ്റത് മയാമിയാണ്, മെസ്സിയല്ല. മെസ്സിക്കൊപ്പം കളിക്കാൻ ഇറങ്ങിയവർ എന്ത് കളിയാണ് കളിച്ചത്? അവർ ശരിക്കും ടീംമേറ്റ്സ് അല്ല, അവർ വെറും പ്രതിമകൾ മാത്രമാണ്. വേണ്ട വിധത്തിൽ ഓടുന്നു പോലുമില്ല. പുറകിൽ ഒരു ചാക്ക് സിമെന്റും കെട്ടിവെച്ച് കളിക്കാൻ ഇറങ്ങിയ പോലെയാണ് പലരും കളിക്കുന്നത്. മെസ്സിയെ നിങ്ങൾ ഒരു യഥാർത്ഥ ടീമിൽ ഇട്ടു നോക്കൂ, ഇന്നും 99% കളിക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. സ്ലാറ്റന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സ്ലാറ്റൻ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നു. ലിയോ മെസ്സി തോറ്റിട്ടില്ല, തോറ്റത് മയാമിയാണ്. മെസ്സി കളിച്ചത് കുറെ പ്രതിമകൾക്കൊപ്പമാണ്, അല്ലാതെ ടീംമേറ്റ്സ് അല്ല അവരൊന്നും. അദ്ദേഹത്തിന് ചുറ്റുമുള്ള താരങ്ങൾ പുറകിൽ ഒരു ചാക്ക് സിമെന്റും കെട്ടിവെച്ച് ഓടുന്ന പോലെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. മെസ്സി ഒരു റിയൽ ടീമിലായിരുന്നെങ്കിൽ, ഏതെങ്കിലും ബിഗ് ടീമിലായിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള സിംഹത്തെ കാണുമായിരുന്നു. മെസ്സി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഈ കളിയോടുള്ള താല്പര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും 99% മറ്റ് താരങ്ങൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് മെസ്സി. ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും ഒരു കോച്ചില്ല, സ്റ്റാറുമാരില്ല, ഈവൻ പ്ലെയേഴ്സ് ഇല്ല. എങ്ങനെ ബോളും കൊണ്ട് മൂവ് ചെയ്യണം എന്നറിയുന്ന ഒരു താരം പോലും ആ ടീമിലില്ല എന്ന് നോക്കുക. ഇതല്ല എനിക്കറിയാവുന്ന മെസ്സി. അദ്ദേഹത്തോട് റിയൽ ടീമിൽ നിങ്ങൾ ഇട്ട് നോക്കൂ, ഇപ്പോഴും ഒരു സ്റ്റേഡിയത്തെ തീ പിടിപ്പിക്കാൻ ലിയോ മെസ്സിക്ക് സ്വന്തം നീക്കങ്ങൾ കൊണ്ടാവും. ഇതാണ് സ്ലാറ്റന്റെ വിലയിരുത്തൽ. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തിയ ചോദ്യം ഇതാണ്: മെസ്സി തോറ്റിട്ടില്ല, മയാമി മാത്രമാണ് തോറ്റത് എന്നുള്ള നിരീക്ഷണത്തോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.